ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ നല്ലൊരു മത്തൻ്റെ കറിയുടെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കണ്ടോ, കഴുകി വൃത്തിയാക്കിയ മത്തനും ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ ഒന്നും ചേർക്കാത്തൊരു കറിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ട് കഴുകി വൃത്തിയായിണ്ടോ 2 ചെറിയ കഷ്ണം മത്തനാണ്, കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഈ കറിക്ക് ആവശ്യം. മത്തൻ ഞാൻ നന്നായി കണ്ടോ ചെറിയൊരു കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടോ, ചെറിയൊരു നല്ല വേവ് കുറവായതുകൊണ്ട് ചെറിയൊരു കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടോ, ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കുറച്ച് ഒരു 5-6 കഷ്ണമാക്കി എടുത്തതാണ്. പിന്നെ 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഈ കറിക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, കുറച്ച് മുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടിയാണ് ആവശ്യം. കണ്ടോ, 1 സ്പൂണാണ്, ഒരുപാട് വേണം, നമുക്ക് ആവശ്യമില്ല. നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ച് എടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മത്തൻ ഒരു കുക്കറിലേക്ക് മാറ്റാം. പിന്നെ എൻ്റെ മോൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് പച്ചമുളക് ഇടണം. ഇനി 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളമാണ്, ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. 1 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, മുളക് പൊടി ഇപ്പോൾ ഇടും. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മല്ലിപ്പൊടി ഇപ്പോൾ ഇടുന്നില്ല. കണ്ടോ, 1 സ്പൂണ് മുളക് പൊടി നമ്മൾ ചേർക്കുന്നു. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മത്തൻ മുങ്ങുന്ന പാകത്തിൽ ഇത്രയും മാത്രമേ വെള്ളം വെക്കാൻ പാടുള്ളൂ. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. ഉപ്പും ചേർക്കണം. ഇനി നമുക്കിത് 2 വിസിലായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വിസിലൊന്നും ആവശ്യമില്ല, വെന്ത് കുഴഞ്ഞു പോകും. ഒരു 2 വിസിലാണ്, സ്ലോ ഫ്ലെയിമിലാണ് ഞാനിട്ട് വേവിക്കുന്നത്. കണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ പാകത്തിന്, കഷ്ണങ്ങളൊന്നും ഉടയാതെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല. മത്തൻ ആ വെള്ളമൊക്കെ പാകത്തിനായി വന്ന്. ഇനി ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കണ്ടോ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് വറവാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലൊട്ടും തന്നെ തേങ്ങ ചേർക്കാത്തൊരു മത്തൻ കറിയാണ്. മത്തൻ താളിപ്പൂന്നോ മത്തൻ കറിയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇനി നമുക്ക് എണ്ണ ചൂടായി കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 വറ്റൽമുളക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം. കണ്ടോ, ഇത് നന്നായി വഴയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിലൊരിക്കലും പിടിക്കരുത്. സ്ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. നന്നായി ഉള്ളി മൂപ്പിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ കുറച്ച് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി. നന്നായി മൂപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടൂ. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കണ്ടോ, നന്നായി ഇളക്കണം, അല്ലേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. മല്ലിയും ഉള്ളിയും നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. കണ്ടതാ, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വേവാൻ വേണ്ടി മാത്രം. കണ്ടോ, നന്നായി ഇളക്കി അത് യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിക്കാം. കണ്ടോ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വറവ് ചെയ്തത് കറിയിലേക്ക് മാറ്റാം. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. കറി മത്തനൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. കണ്ടോ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളി വഴഞ്ഞു വന്നതിൻ്റെ കറിവേപ്പിലേൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, കറി നന്നായി പാക വെള്ളത്തിൽ നമുക്ക് നല്ല തിക്കുമില്ല നല്ല ലൂസുമില്ല അങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. നമുക്ക് കഴിച്ച് നോക്കിയാൽ മത്തൻ്റെ കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. കണ്ടോ, ഇപ്പോൾ നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പാക വെള്ളത്തിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ച് വരുന്നുണ്ട്. ഇനിയും കുഞ്ഞു കുഞ്ഞു കറികളായിട്ട് നല്ല റെസിപ്പിയായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ നല്ല വീഡിയോ ആയി വരുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബായ്.